സെക്രട്ടേറിയറ്റ് പടിക്കൽ CPO ഉദ്യോഗാർത്ഥികൾ ഹാൾ ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിക്കുന്നു. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പ്രതിഷേധം. സമരക്കാരുടേത് ദുർവാശി എന്ന PK ശ്രീമതിയുടെ പരാമർശത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ അവകാശപ്പെട്ട ജോലി ചോദിക്കുന്നത് എങ്ങനെയാണ് ദുർവാശിയാകുന്നതെന്ന് സമരക്കാർ. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, ഇന്നായിരുന്നു അവരുടെ അവസാന ഒരു ആശാവഹമായ ഒരു ദിവസം. ഇന്നോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് അവർ ഏതൊക്കെ തരത്തിലാണ് സമരരീതികളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചത് എന്നുള്ളത്. അതിനിടെയാണ് ഇന്നിപ്പോൾ PK ശ്രീമതിയുടെ ഈ ഒരു പരാമർശം കൂടി വന്നിരിക്കുന്നത്. ഏതു രീതിയിലാണ് അവർ ഈ അവസാന നിമിഷം പ്രതിഷേധിക്കുന്നത്? തീർച്ചയായിട്ടും സ്വാതി, ഇന്ന് രാത്രി 12 മണിയോടുകൂടി വനിതാ CPയുടെ റാങ്ക് പട്ടിക അതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഈ 18 ദിവസം ഇവർ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല വിധത്തിലുള്ള സമരമുറകൾ സ്വീകരിച്ചു. അവസാനം പ്രതീക്ഷ അസ്തമിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും മടങ്ങാനൊരുങ്ങുകയാണ്. അതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഈ റാങ്ക് പട്ടിക കത്തിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം അവർ തീർത്തത്. അതിനു മുൻപ് അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമായും വലിയ സങ്കടത്തോടു കൂടിയാണ് അവർ മാധ്യമങ്ങളെ കണ്ടത്. ഒരു ശുഭപ്രതീക്ഷ ഈ ഘട്ടം വരെ അവർക്കുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടം മുതൽ പല നേതാക്കളെയും കണ്ടു. LC സെക്രട്ടറി മുതൽ AKG സെന്റർ വരെയുള്ള നേതാക്കളെയൊക്കെ കണ്ടു, ഭരണപക്ഷത്തുള്ള നേതാക്കളെയൊക്കെ കണ്ടു. ആ കണ്ട ഘട്ടങ്ങളിലൊക്കെ അവർ പ്രതീക്ഷയോട് കൂടി, അതായത് പ്രതീക്ഷയുള്ള വാക്കുകളാണ് അവരോട് പങ്കുവച്ചത്. ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. ഇങ്ങനെയായിരുന്നുവെങ്കിൽ നേരത്തെ പറയാമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പ്രധാനമായും AKG സെന്ററിൽ എത്തിയപ്പോൾ ഒരു MP കൂടിയായ നേതാവ് ആത്മഹത്യ ചെയ്താലും ഒക്കെ എന്ത് സംഭവിച്ചാലും പാർട്ടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് വളരെയധികം സങ്കടപ്പെടുത്തിയതായി അവർ വ്യക്തമാക്കുന്നു. കൂടാതെ ഈ PK ശ്രീമതി ഇന്ന് ദുർവാശി കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് അവകാശപ്പെട്ട ജോലിക്ക് വേണ്ടി ദുർവാശി കാണിക്കുന്നതെന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഈ ഒരു പ്രധാനപ്പെട്ട CPM നേതാവ് അവരെ തൂങ്ങി മരിച്ചാലും ഇത്തരത്തിൽ പാർട്ടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അവരെ വളരെയധികം സങ്കടപ്പെടുത്തി എന്നൊരു കാര്യമാണ് ഇന്ന് അവർ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുന്നു. പ്രതീക്ഷ എല്ലാം അവസാനിച്ചാണ് അവർ ഇവിടെ നിന്നും മടങ്ങുന്നത്. 967 പേരുടെ പട്ടികയാണ് അന്ന് നേരത്തെ പുറത്തു വന്നിരുന്നത്. അതിൽ 292 പേർക്ക് ഇതിനകം തന്നെ നിയമനം ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് 45 പേർക്ക് അഡ്വൈസ് മെമ്മോ കഴിഞ്ഞ ദിവസം വന്നത്. അതിൽ ഈ സമരത്തിലുണ്ടായിരുന്ന 3 പേർ കൂടി ഈ അഡ്വൈസ് മെമ്മോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ദീർഘിപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ്. അത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കൂടി വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് അവസാന ചാൻസുമായിരുന്നു. എന്തായാലും പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് അവർ ഇവിടെ നിന്നും സങ്കടത്തോടു കൂടി മടങ്ങുകയാണ്. അതെ, അതുതന്നെയാണ് ചന്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ വനിതാ CPOമാരുടെ പ്രതിഷേധം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് 12 മണിയോടുകൂടി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും. ഈ അവസാന നിമിഷവും അവർ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹാൾ ടിക്കറ്റ് കത്തിച്ചാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്.